Hi friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റിസൾട്ടൻറ്റ് ഓഫ് ഫോഴ്സ് സിസ്റ്റംസ്. ഓക്കെ, സോ വാട്ട് ഈസ് റിസൾട്ടൻറ്റ്? നമ്മൾ നേരത്തെ ടു ഫോഴ്സ് സിസ്റ്റത്തിനുള്ള റിസൾട്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വി യൂസ്ഡ് പാരലോഗ്രാം ലോ. ഓക്കെ, സിമിലർലി ഇനി ഒരു 2 or more ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സിസ്റ്റം ആണെങ്കിൽ ഹൗ ഡു വി കാൽക്കുലേറ്റ് റിസൾട്ടൻറ്റ്? ഓക്കെ, സോ ദറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി നെക്സ്റ്റ്. അതിൽ റിസൾട്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് റിസോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ അതൊരു ഫോഴ്സ് തരുവാണെങ്കിൽ ആ ഫോഴ്സിനെ എങ്ങനെ നമ്മൾ വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ് us see that first. So first one is resolution of forces. സോ റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കിപ്പോൾ ഒരു ഫോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഫോഴ്സിനെ നമ്മൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും അല്ലെങ്കിൽ ഹൊറിസോണ്ടലിയും വേർട്ടിക്കലിയും ആ ഫോഴ്സിൻ്റെ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഒരു ഫോഴ്സ് ഇവിടെ ഇങ്ങനെയൊരു ഫോഴ്സ് എഫ് എന്നൊരു ഫോഴ്സ് തന്നിരിക്കുകയാണ്. സോ ഈ ഫോഴ്സിൻ്റെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഉള്ള കമ്പോണൻസിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് എക്സ് എന്നും എഫ് വൈ എന്നും എഴുതാം. ഓക്കെ, സോ ഈ ഫോഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ വൈ ആക്സിസിലുള്ള കമ്പോണൻറ്റ് എഫ് വൈ, എക്സ് ആക്സിസിലുള്ള കമ്പോണൻറ്റ് എഫ് എക്സ്. സോ എഫ് എക്സും എഫ് വൈയും എന്തായിരിക്കും? ഓക്കെ, ഇനി ഈ ഒരു ഫോഴ്സിന് ഇഫ് ഇറ്റ് ഈസ് മേക്കിംഗ് എൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഹൊറിസോണ്ടൽ, ഓക്കെ, ഹൊറിസോണ്ടലുമായിട്ട് ഇഫ് ഇറ്റ് ഈസ് മേക്കിംഗ് എൻ ആംഗിൾ തീറ്റ, ദെൻ എഫ് എക്സ് എന്തായിരിക്കും? എഫ് കോസ് തീറ്റ. ഓക്കെ, ആൻഡ് എഫ് വൈ വിൽ ബി എഫ് സൈൻ തീറ്റ. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് തീറ്റയ്ക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ള സൈഡ്, ഓക്കെ, ഈ തീറ്റയ്ക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ള സൈഡ് എപ്പോഴും അത് എഫ് കോസ് തീറ്റയും ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ദാറ്റ് ഈസ് എഫ് സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളതിന് അത് വേറൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഓക്കെ, സോ ഇവിടെ ഇത് മാർക്ക് ചെയ്യുക എഫ് വൈ എന്നും അതുപോലെ എക്സിൽ എഫ് എക്സ് എന്നും മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ഇത് എഫ് വൈ ആണെങ്കിൽ ദിസ് വിൽ ഓൾസോ ബി എഫ് വൈ, റൈറ്റ്? സോ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഇത് എഫ് ആൻഡ് ദിസ് ഇസ് എഫ് വൈ ആൻഡ് ഈ ബോട്ടം സൈഡ് എഫ് എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കോസ് തീറ്റ എന്ത് എഴുതാൻ പറ്റും? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പർടെന്യൂസ്. സോ അഡ്ജസൻറ്റ് സൈഡ് ഇവിടെ എന്താണ്? എഫ് എക്സ് ആണ്. ഓക്കെ, ബൈ ഹൈപ്പർടെന്യൂസ് എഫ്. സോ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എഫ് എക്സ് ബൈ എഫ് എന്ന് എഴുതാം. ഓക്കെ, ദറ്റ് ഈസ് എഫ് എക്സ് എന്തായിരിക്കും? അപ്പോൾ എഫ് എക്സ് വിൽ ബി ഈക്വൽ ടു എഫ് ഇൻറ്റു കോസ് തീറ്റ. ക്ലിയർ? സോ അങ്ങനെയാണ് നമുക്ക് ഈ എഫ് എക്സ് ഈക്വൽ ടു എഫ് ഇൻറ്റു കോസ് തീറ്റ എന്ന് കിട്ടുന്നത്. നെക്സ്റ്റ് സൈൻ തീറ്റ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർടെന്യൂസ്. സോ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? എഫ് വൈ. ഓക്കെ, സോ ഇതും എഫ് വൈ തന്നെയാണ്. സോ എഫ് വൈ ബൈ എഫ്. സോ അങ്ങനെ വരാൻ നേരത്ത് എഫ് വൈ എന്തായിരിക്കും? എഫ് വൈ വിൽ ബി ഈക്വൽ ടു എഫ് ഇൻറ്റു സൈൻ തീറ്റ. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണ് നമുക്ക് ഈ എഫ് എക്സും എഫ് വൈയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും തീറ്റയോട് അഡ്ജസൻ്റ് ആയിട്ടുള്ള ആ ഒരു സൈഡ് എന്തായിരിക്കും? കോസ് ടേമും, ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് സൈൻ ടേമും ആയിരിക്കും. ഓക്കെ, സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നെക്സ്റ്റ് നമ്മൾ ഫോഴ്സിൻ്റെ റിസൊല്യൂഷൻ. അപ്പോൾ റിസൾട്ടൻറ്റ് ഓഫ് എ നമ്പർ ഓഫ് കൺകറൻറ്റ് ഫോഴ്സസ്. ഓക്കെ, സോ ഫോഴ്സ് സിസ്റ്റത്തിൽ നമ്മൾ കൺകറൻറ്റ് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ പഠിച്ചായിരുന്നു. സോ കൺകറൻറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? വെൻ ദി ലൈൻസ് ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് വിൽ ഇഫ് ദ മീറ്റ് അറ്റ് എ പോയിൻറ്റ്. ഓക്കെ, സോ ലൈൻസ് ഓഫ് ആക്ഷൻ ഓഫ് എ പോയിൻറ്റ്, ആക്ഷൻ ഓഫ് ഫോഴ്സസ് ഒരു പോയിൻറ്റിൽ, ഒരു സിംഗിൾ പോയിൻറ്റിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഫ്രം ഡിഫറെൻറ്റ് ഡയറക്ഷൻ, ദെൻ ദറ്റ് ഈസ് നോൺ ആസ് വാട്ട്? കൺകറൻറ്റ് ഫോഴ്സസ്. സോ നമ്മളിവിടെ ഒരു എക്സ് വൈ, ഓക്കെ, സോ എക്സ് വൈ ആക്സിസ് എടുത്തു. അതിൽ ഫസ്റ്റ് ഫോഴ്സ് എഫ് വൺ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എടുത്ത ഫോഴ്സാണ് എഫ് വൺ ആൻഡ് ദിസ് ഫോഴ്സ് എഫ് വൺ ഈസ് മേക്കിംഗ് എൻ ആംഗിൾ തീറ്റ വൺ. ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ വൺ ആണ്. ഓക്കെ, സോ ഇത് തീറ്റ വൺ ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് തീറ്റ വൺ. ഓക്കെ, സോ എഫ് ടു തീറ്റ ടു, എഫ് ടു ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ടു ആൻഡ് എഫ് ത്രീ ദറ്റ് ഈസ് മേക്ക് ഹൊറിസോണ്ടൽ, ഓക്കെ, ഈ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ത്രീ ആൻഡ് എഫ് ഫോർ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ഫോർ. സോ ഇങ്ങനെ നമുക്ക് ഫോഴ്സും ഉണ്ട്, അതിൻ്റെ ആംഗിൾസും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ റിസൾട്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഓക്കെ, സോ എന്തൊക്കെയാണ് ഫോഴ്സും ആംഗിൾസും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് റിസൾട്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? സോ റിസൾട്ടൻറ്റിനൊരു ഇക്വേഷൻ, ഒരു ഫോർമുലയുണ്ട്. ദറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ. ഓക്കെ, അതായത് റൂട്ട് ഓഫ്
സിഗ്മ എഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ദ സം ഓഫ് ദി ഫോഴ്സസ് എലോങ് എക്സ് ഡയറക്ഷൻ. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സിൻ്റെ സം, ഓക്കെ, സമ്മേഷൻ. ആൻഡ് എഫ് വൈ എന്ന് വെച്ചാൽ വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സിൻ്റെ സം. ഓക്കെ, സോ ഇത് സ്ക്വയർ എടുത്ത് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ അതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? സിഗ്മ എഫ് എക്സും കാൽക്കുലേറ്റ് ചെയ്യണം, സിഗ്മ എഫ് വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. So sigma fx is the sum of the component of force along x-axis and sigma fy is equal to the sum of the component forces along y-axis. ഇനി എഫ് എക്സ് എങ്ങനെ കിട്ടും? ഓക്കെ, എഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻസ്. സോ ഈ എഫ് വണ്ണിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആക്കാം അല്ലേ? എക്സ് ഡയറക്ഷനിലേക്കും വൈ ഡയറക്ഷനിലേക്കും കമ്പോണൻസ് ആക്കി റിസോൾവ് ചെയ്യാം. അതായത് എഫ് വൺ എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഡയറക്ഷൻ ആണെങ്കിൽ എഫ് വൺ കോസ് തീറ്റയെന്നും ഇതിൽ എഫ് വൺ സൈൻ തീറ്റ എന്നും എഴുതാം. ഓക്കെ, സിമിലർലി എഫ് ടുവിനെ എങ്ങനെ എഴുതാം? എഫ് ടു കോസ് തീറ്റ. ഇത് തീറ്റയ്ക്ക് ഈ അഡ്ജസൻ്റ് ആയിട്ടുള്ള സൈഡ് എഫ് ടു കോസ് തീറ്റ എന്നും ഈ ഒരു സൈഡ്, ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് എഫ് ടു സൈൻ തീറ്റ എന്നും എഴുതാം. സിമിലർലി എഫ് ത്രീ നമുക്ക് എങ്ങനെ റിസോൾവ് ചെയ്യാം? എക്സ് ആക്സിസിൽ വരുമ്പോൾ, ഓക്കെ, തീറ്റ ത്രീക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഈ പോർഷൻ എഫ് ത്രീ സൈൻ കോസ് തീറ്റ ആൻഡ് ഓപ്പോസിറ്റ് സൈഡ് എഫ് ത്രീ സൈൻ തീറ്റ ത്രീ. ഓക്കെ, അതുപോലെ എഫ് ഫോർ നമുക്ക് എഫ് ഫോർ കോസ് തീറ്റ ആൻഡ് എഫ് ഫോർ സൈൻ തീറ്റ ഫോർ. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ഇങ്ങനെയാണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ അപ്പോൾ ഈ എല്ലാ ഫോഴ്സസും എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിൻ്റെയൊക്കെ സം എടുക്കുക. ഓക്കെ, സമ്മേഷൻ എടുക്കുക. എഗെയിൻ നമ്മളുടെ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്കറിയാം, ഓക്കെ, കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇത് എന്താണ്? എക്സ് ആക്സിസിൽ ഈ ഒരു ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, സോ ദിസ് വിൽ ബി പോസിറ്റീവ് എക്സ് അല്ലേ? ഇത് പോസിറ്റീവ് എക്സ്, ഇത് നെഗറ്റീവ് എക്സ്. അതുപോലെ തന്നെ ഇത് പോസിറ്റീവ് വൈ, ഈ ആക്സിസ് നെഗറ്റീവ് വൈ. അപ്പോൾ ഇങ്ങോട്ടാണ് ഡയറക്ഷൻ എങ്കിൽ, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ദാറ്റ് വിൽ ബി പോസിറ്റീവ്, ഇങ്ങോട്ടാണെങ്കിൽ ദാറ്റ് വിൽ ബി നെഗറ്റീവ്. സിമിലർലി അപ്വേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് ആൻഡ് ഡൗൺവേർഡ്സ് ആണെങ്കിൽ നെഗറ്റീവ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എഫ് എക്സ് എന്താണ്? സിഗ്മ സം ഓഫ് ദി ഫോഴ്സസ് അലോങ് എക്സ് ഡയറക്ഷൻ എന്തായിരിക്കും? എക്സ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതായത് എഫ് വൺ കോസ് തീറ്റ, ഓക്കെ, അത് ഈ ഡയറക്ഷനിലാണ്, സോ ദാറ്റ് ഈസ് പോസിറ്റീവ്. സോ പ്ലസ് എഫ് വൺ കോസ് തീറ്റ വൺ. ഇനി എഫ് ടു കോസ് തീറ്റ ടു അത് ഈ ഡയറക്ഷനിലാണ്, റൈറ്റ്? സോ മൈനസ് എഫ് ടു കോസ് തീറ്റ ടു. അഗെയിൻ എഫ് ത്രീയുടെ എക്സ് കമ്പോണൻറ്റ് എങ്ങോട്ടായിരിക്കും? എഫ് ത്രീ കോസ് തീറ്റ ത്രീ, അതും ഇവിടെ തന്നെയാണ്, സോ ദാറ്റ് ഈസ് മൈനസ്, ഓക്കെ, നെഗറ്റീവ് എഫ് ത്രീ കോസ് തീറ്റ ത്രീ. ആൻഡ് എഫ് ഫോറിൻ്റെ കമ്പോണൻറ്റ് ഈ ഡയറക്ഷനിലേക്കായിരിക്കും, ഓക്കെ, എഫ് ഫോറിൻ്റെ കമ്പോണൻറ്റ് ഇവിടെയല്ലേ, സോ എഫ് ഫോർ കോസ് തീറ്റ ഫോർ പോസിറ്റീവ് ആയിരിക്കും. സോ ഇതിൻ്റെയൊക്കെ സം എടുക്കുക. ഓക്കെ, സിമിലർലി എഫ് വൈ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ഓക്കെ, എഫ് വൈയിൽ ഏതൊക്കെ ടേംസ് വരും? എഫ് വണ്ണിൻ്റെയും എഫ് ടുവിൻ്റെയും സൈൻ കമ്പോണൻസ് വൈ ആക്സിസിലായിരിക്കും. അതുപോലെ തന്നെ എഫ് ത്രീയുടെയും എഫ് ഫോറിൻ്റെയും സൈൻ കമ്പോണൻസും വൈ ആക്സിസിലായിരിക്കും. ഇവിടെ എഫ് വണ്ണിൻ്റെയും എഫ് ടുവിൻ്റെയും കമ്പോണൻസ് അപ്വേർഡ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, സോ ദാറ്റ് ഈസ് പോസിറ്റീവ്. ഓക്കെ, സോ എഫ് വൺ സൈൻ തീറ്റ വൺ പ്ലസ് എഫ് ടു സൈൻ തീറ്റ ടു എന്ന് വരും. അഗെയിൻ എഫ് ത്രീയുടെയും എഫ് ഫോറിൻ്റെയും കമ്പോണൻസ് ഡൗൺവേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്, സോ ദാറ്റ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ, സോ മൈനസ് എഫ് ത്രീ സൈൻ തീറ്റ ത്രീ മൈനസ് എഫ് ഫോർ സൈൻ തീറ്റ ഫോർ എന്ന് വരും. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇങ്ങനെയാണ് നമ്മൾ റിസൾട്ടൻ്റ് എടുക്കുക. സോ നമുക്ക് എഫ് എക്സും കിട്ടി, എഫ് വൈയും കിട്ടിയെങ്കിൽ, ഓക്കെ, ഇതിൻ്റെ സമ്മ് കിട്ടിയെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് സ്ക്വയർ ചെയ്യുക ആൻഡ് ആ സംസ് സ്ക്വയർ ചെയ്തിട്ട്, ഓക്കെ, അതിൻ്റെ റൂട്ട് എടുക്കുക. ക്ലിയർ അല്ലേ? സോ വി ഗെറ്റ് ദി മാഗ്നിറ്റ്യൂഡ് ഫോർ ദി റിസൾട്ടൻറ്റ് ഫോഴ്സ്. ഇനി ഈ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സോ ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടാൻ തീറ്റ എടുക്കുക. ഓക്കെ, സോ ടാൻ തീറ്റ വിൽ ബി ഈക്വൽ ടു എഫ് വൈ ബൈ എഫ് എക്സ്. അതായത് എഫ് വൈ ബൈ എഫ് എക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും നമുക്ക് ഡയറക്ഷനായിട്ട് കിട്ടുന്നത്. സോ ടാൻ തീറ്റ വിൽ ബി ഈക്വൽ ടു എഫ് വൈ ബൈ എഫ് എക്സ്. ഓക്കെ, സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്. അപ്പോൾ തീറ്റ എന്തായിരിക്കും? തീറ്റ വിൽ ബി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എഫ് വൈ ബൈ എഫ് എക്സ്. ഇസ് ഇറ്റ് ക്ലിയർ? സോ നെക്സ്റ്റ് നമുക്ക് ഇതിന് റിലേറ്റ് ചെയ്ത റിസൾട്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്തതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സസ് ഷോൺ ഇൻ ഫിഗർ. ഓക്കെ, സോ നമുക്ക് നേരത്തെ പോലെ തന്നെ ഫോഴ്സ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് 150, 200, 80, 180 അങ്ങനെ ഫോഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസും തന്നിട്ടുണ്ട്. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി റിസൾട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ റിസൾട്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുല എന്തായിരുന്നു?
R is equal to root of sigma fx square plus sigma fy square. Okay, so ആ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ R is equal to sigma fx square plus sigma fy square. ഓക്കെ, അതിൻ്റെ റൂട്ട് എടുക്കാം. സോ വാട്ട് വിൽ ബി സിഗ്മ എഫ് എക്സ്? സിഗ്മ എഫ് എക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഓക്കെ, 150 cos 30 എന്ന് വരും. ഓക്കെ, ഈ ഡയറക്ഷനിലല്ലേ? സോ 150 cos 30 ആൻഡ് ഇതെങ്ങോട്ട് വരും? 200. സോ 150 cos 30 എന്ന് പറഞ്ഞാൽ ഈ എക്സ് ഡയറക്ഷനിലേക്ക് നമുക്ക് എടുക്കാം. അതുപോലെ ഈ ഡയറക്ഷനിലേക്ക് എങ്ങനെ വരും? 200 cos 30. സോ ഇത് നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ്. ഓക്കെ, സോ 150 cos 30 മൈനസ് 200 cos 30. ഇനി 80യോ? 80 ഇങ്ങോട്ടേക്കാണ് അല്ലേ? സോ 80യുടെ എക്സ് കമ്പോണൻ്റ് എന്ന് വെച്ചാൽ 80 cos 60. സോ ദാറ്റ് വിൽ ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദിസ് സൈഡ്. സോ 80 cos 60 മൈനസ് ആണ്. ഓക്കെ, സോ 80 cos 60 മൈനസ് ടേംസ് വരും. ഓക്കെ, ഇവിടുത്തെ പോലെ. ആൻഡ് 180 cos 45 പോസിറ്റീവ് സൈഡിലും വരും. സോ 180 cos 45 പോസിറ്റീവ് സൈഡിലും വരും. ക്ലിയർ അല്ലേ? സോ ഇതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ എഫ് എക്സ് കിട്ടും. ഓക്കെ, സോ ഇതിലൊന്നും ചെയ്യാനില്ല. വി ജസ്റ്റ് ടേക്ക്, അതായത് എക്സ് ആക്സിസിലേക്ക് ഈ കമ്പോണൻസ് റിസോൾവ് ചെയ്യുക. അതെല്ലാം കൂടെ ഡയറക്ഷൻ സൈൻ കൺവെൻഷൻ നോക്കിയിട്ട് അത് ആഡ് ചെയ്യുക. ഓക്കെ, സോ പ്രോപ്പർ സൈൻസ് ഇട്ടിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് വിൽ ഗെറ്റ് എഫ് എക്സ് എക്സ്. ഓക്കെ, എഫ് എക്സ് കിട്ടും 43.98 എന്ന് എഫ് എക്സ് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇതിൻ്റെ സൈൻ കൺവെൻഷനാണ് ഇത്. അതായത് പോസിറ്റീവ് എക്സ്, നെഗറ്റീവ് എക്സ്, പോസിറ്റീവ് വൈ, നെഗറ്റീവ് വൈ. ഓക്കെ, അഗെയിൻ എഫ് വൈ ഇതുപോലെ തന്നെ എങ്ങനെ എഴുതാൻ പറ്റും? എഫ് വൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെയാണല്ലേ? സോ ഫസ്റ്റ് ഫോഴ്സ് 150 ആണ്. 150യുടെ വൈ കമ്പോണൻറ്റ് എന്താണ്? 150 സൈൻ 30. സോ 150 മേളിലോട്ട് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. 150 സൈൻ 30. സോ അപ്വേർഡ്സ് ആയതുകൊണ്ട് എന്ത് വരും? പോസിറ്റീവ് വരും. ഓക്കെ, സിമിലർലി 200ൻ്റെയും 200 സൈൻ ടേം ആണ് ഇവിടെ വരുന്നത്. സോ 200 സൈൻ 30 ആയിരിക്കും ഇവിടെ വരുന്നത്. ആൻഡ് ദാറ്റ് 2 വിൽ ബി പോസിറ്റീവ്. ഓക്കെ, അതും പോസിറ്റീവാണ് കാരണം അപ്വേർഡ്സ് അല്ലേ ആക്ട് ചെയ്യുന്നത്. സോ 150യും 200ഉം രണ്ടും അപ്വേർഡ്സ് ആണ്. ഓക്കെ, സോ 150 സൈൻ 30 അതുപോലെ 200 സൈൻ 30 രണ്ടും പോസിറ്റീവ്. അഗെയിൻ ഇവിടെ 80യുടെ ടേം 80 സൈൻ 60 അത് ഡൗൺവേർഡ്സ് ആണ്. അതുപോലെ തന്നെ 180 സൈൻ 45 അതും ഡൗൺവേർഡ്സ് ആണ്. സോ ദ സൈൻ വിൽ ബി നെഗറ്റീവ്. സോ നെഗറ്റീവ് 80 സൈൻ 60 ആൻഡ് നെഗറ്റീവ് 180 സൈൻ 45. ഓക്കെ, സോ ഇതെല്ലാം കൂടി ഈ സൈൻസ് വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുക. ആൻഡ് വി ഗെറ്റ് എൻ ആൻസർ ലൈക്ക് ദിസ് മൈനസ് 21.56 ന്യൂട്ടൺ. ഓക്കെ, സോ എഫ് എക്സും കിട്ടി, എഫ് വൈയും കിട്ടി. സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും കിട്ടി. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് നമുക്ക് എഫ് വൈ കിട്ടിയത് മൈനസ് ആണ്. സോ മൈനസ് 21.56 ദി ഹോൾ സ്ക്വയർ. എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കാൻ നേരത്ത് വി ഗെറ്റ് ദ റിസൾട്ടൻ്റ് ആസ് 48.98. ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് ഹൗ വി ഗെറ്റ് ദി റിസൾട്ടൻറ്റ്. ഇപ്പോൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, റിസൾട്ടൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും പറഞ്ഞിരിക്കുന്നത്. സോ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നത്? തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്. ഓക്കെ, ഇതിൻ്റെ മോഡാണ്. അതായത് നമ്മൾ ആ സൈൻ എടുക്കണ്ട. ഓക്കെ, സോ എങ്ങനെ വരും? തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എഫ് വൈ. സിഗ്മ എഫ് വൈ എന്ന് വെച്ചാൽ മൈനസ് 21.56. സോ ഈ മൈനസ് ടേം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ 21.56ഉം അതുപോലെ തന്നെ എഫ് എക്സ് 43.98. ഓക്കെ, സോ വി ഗെറ്റ് ദി ആൻസർ ആസ് 26.12. സോ തീറ്റയുടെ വാല്യൂ കിട്ടി 26.12 എന്ന് കിട്ടി. ഓക്കെ, സോ ഈ 26.12 നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? അതായത് നമ്മളുടെ ഈ ഒരു ആക്സിസ്. ഓക്കെ, സോ ഈ ഒരു ആക്സിസിലേക്ക് നമുക്കറിയാം എഫ് എക്സ് പോസിറ്റീവാണ്. ഓക്കെ, എഫ് എക്സ് പോസിറ്റീവും സിഗ്മ എഫ് വൈ നമുക്ക് കിട്ടിയ വാല്യൂ നെഗറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, സോ പോസിറ്റീവും നെഗറ്റീവ് വാല്യൂ കിട്ടിയത് കൊണ്ട് ഈ ഒരു ക്വാഡ്രൻറ്റിലായിരിക്കും നമ്മളുടെ റിസൾട്ടൻ്റ് ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ റിസൾട്ടൻ്റ് എവിടെയായിരിക്കും? ഈ ഒരു ക്വാഡ്രൻറ്റിലായിരിക്കും. ഈ ക്വാഡ്രൻറ്റിൽ റിസൾട്ടൻറ്റിൻ്റെ ആംഗിൾ എന്ന് വെച്ചാൽ എത്രയാണ്? നമുക്ക് തീറ്റ വാല്യൂ 26.12. ഓക്കെ, സോ ഈ ഒരു ക്വാഡ്രൻറ്റിൽ ഹൊറിസോണ്ടലി നിന്ന് 26.12 ആയിരിക്കും റിസൾട്ടൻറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്ന് എത്രയായിരിക്കും? ഓക്കെ, നമ്മളെപ്പോഴും ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് റിസൾട്ടൻ്റ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ പോസിറ്റീവിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ നേരത്ത്, ഓക്കെ, സോ അങ്ങനെ എടുക്കാൻ നേരത്തെ എത്ര വരും? 360 മൈനസ്
theta. Okay. So ഇത് നിങ്ങളിപ്പോൾ ഈ 26.12 വരെ എഴുതി വെച്ചാലും യു വിൽ ഗെറ്റ് ദി കംപ്ലീറ്റ് മാർക്സ് കിട്ടും. ഓക്കെ, പക്ഷേ ഇവിടെ പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്നുള്ള റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 360 മൈനസ് തീറ്റ. ഓക്കെ, സോ ഫൈൻഡ് ദി റിസൾട്ടൻറ്റ് ഓഫ് ദി ഗിവൺ ഫോഴ്സ് സിസ്റ്റം. ഓക്കെ, സോ ഇവിടെ 300 ന്യൂട്ടൺ, അതുപോലെ അതിൻ്റെ ആംഗിൾ എത്രയാണ്? വൈ എന്നുള്ള ആംഗിളാണ് തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് 30 ഡിഗ്രി. ആൻഡ് 200-ന് നമുക്ക് ആംഗിൾ ഒന്നും തന്നിട്ടില്ല, പകരം അതിൻ്റെ സ്ലോപ്പാണ് തന്നിരിക്കുന്നത്. 1 എന്ന് സ്ലോപ്പ് തന്നിട്ടുണ്ട്. ആൻഡ് 300-ന് ഇറ്റ് ഈസ് മേക്കിംഗ് എൻ ആംഗിൾ 30 ഡിഗ്രി. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഈ ആംഗിളായിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇത് നമുക്ക് 330 എടുക്കാം. സോ 300-ന് നമുക്ക് എങ്ങനെയൊക്കെ റിസോൾവ് ചെയ്യാം? 300, ഓക്കെ, ഈ ആംഗിളിന് അഡ്ജസൻ്റ് ആയിട്ടുള്ള സൈഡ് എന്ത് വരും? കോസ് ടേം. ഓക്കെ, സോ 300 cos 30 എന്ന് വരും. ആൻഡ് ദിസ് സൈഡ് 300 sin 30. സിമിലർലി ഈ 200, ഓക്കെ, സോ 200-ൻ്റെ സ്ലോപ്പാണ് തന്നിരിക്കുന്നത് 1. സോ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താ? ഓക്കെ, ഹൗ വിൽ ബി ഫൈൻഡ് ദി സ്ലോപ്പ്? സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ടാൻ തീറ്റ എടുക്കാം. ഓക്കെ, സോ ടാൻ തീറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ടാൻ തീറ്റ വിൽ ബി ഈക്വൽ ടു വാട്ട്? 1/1. ഓക്കെ, സോ ടാൻ തീറ്റ 1 ആകുന്നത് എപ്പോഴാണ്? when theta is equal to 45. ഓക്കെ, സോ നമുക്ക് തീറ്റയുടെ വാല്യൂ എത്ര കിട്ടിയ? 45 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് തീറ്റയുടെ വാല്യൂ. അപ്പോൾ എത്ര കിട്ടും? 45 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈ ഒരു ആംഗിൾ നമുക്ക് 45 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 200-നെ റിസോൾവ് ചെയ്യാമല്ലോ. സോ 200 വിൽ ബി 200 ഇത് cos 45 ആൻഡ് 200 sin 45. അഗെയിൻ 300-ന് നമുക്ക് 300 cos 30 ആൻഡ് 300 sin 30 അങ്ങനെ എഴുതാം. ഓക്കെ, സോ അങ്ങനെ റിസോൾവ് ചെയ്തു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഓക്കെ, സോ റിസോൾവ് ചെയ്യുന്ന കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ സോ ഈ 300-ന് നമ്മൾ എങ്ങനെയൊക്കെ റിസോൾവ് ചെയ്തു? ഇങ്ങനെയും റിസോൾവ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് ഇത് 300-ൻ്റെ സൈൻ ടേം 300 sin 30 ആൻഡ് ദിസ് ഇസ് 300 cos 30. ഓക്കെ, ക്ലിയർ അല്ലേ? അഗെയിൻ ഈ 200-ന് നമുക്ക് ഓക്കെ ഈ ഒരു ആംഗിൾ 45 ആണെന്ന് കണ്ടു. സോ ഇത് എന്തായിരിക്കും? 200 cos 45. ഓക്കെ, 200 cos 45 ആൻഡ് ഇതെന്തായിരിക്കും? 200 sin 45. ഓക്കെ, ആൻഡ് സിമിലർലി ഇത് 300 ഇപ്പം ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, 300 ഈസ് ആക്ടിങ് ഈ ഡയറക്ഷൻ. സോ ഇതിൻ്റെ കമ്പോണൻസും ആ സെയിം ഡയറക്ഷനിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി 300 cos 30 ആൻഡ് ദിസ് വിൽ ബി 300 sin 30. ഓക്കെ, ഇങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സ് ഡയറക്ഷനിലെയും വൈ ഡയറക്ഷനിലെയും ഫോഴ്സിൻ്റെ സം എടുക്കുക. സോ എക്സ് ഡയറക്ഷനിൽ ഏതൊക്കെ ഫോഴ്സസ് വരും? എക്സ് ഡയറക്ഷനിൽ 300 sin 30 വരും. ഓക്കെ, അതുപോലെ ഇവിടെ 200 cos 45 വരും. പിന്നെ ഈ 300 cos 30 വരും. അങ്ങനെ 3 ഫോഴ്സസ് ആണ് വരുന്നത്. ഓക്കെ, സോ എഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 300 sin 30. 300 sin 30 മൈനസ് 300 cos 30. ഓക്കെ, സോ മൈനസ് അതെങ്ങനെയാണ് വരുന്നത്? ഈ ഒരു 300 ഇങ്ങോട്ടാണ് അല്ല ആക്ട് ചെയ്യുന്നത്, ഇങ്ങോട്ടാണ്, അതായത് ഈ ഒരു ആക്സിസിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ 300 ഇങ്ങോട്ടാകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, ഈ ഒരു ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 300 cos 30 എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ഇവിടെ ബാക്കി എന്താണ്? മൈനസ് 200 cos 45. സോ ഇതിൻ്റെ സം എടുക്കാൻ നേരത്ത് വി ഗെറ്റ് മൈനസ് 251.23. അതുപോലെ തന്നെ എഫ് വൈയിൽ ഏതൊക്കെ ഫോഴ്സസ് വരും? 300 cos 30, അതുപോലെ 200 sin 45 അത് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ 300 sin 30 അത് മേളിലേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? സോ നമ്മൾ ഇതെടുക്കാൻ നേരത്ത് ഇത് മേളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ബി പോസിറ്റീവ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പോസിറ്റീവ് എടുത്തത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ അതിൻ്റെ സം എടുക്കാൻ നേരത്ത് വി ഗെറ്റ് 268.39. അഗെയിൻ റിസൾട്ടൻ്റ് എഫ് എക്സും എഫ് വൈയും കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദി റിസൾട്ടൻറ്റ്. ഓക്കെ, സോ വി ക്യാൻ ഫൈൻഡ് ദി റിസൾട്ടൻറ്റ് ആൻഡ് ടാൻ തീറ്റ. ടാൻ തീറ്റ എന്താണ്? എഫ് വൈ ബൈ എഫ് എക്സ് ആണ്. സോ വി ഹാവ് ഗോട്ട് ദി വാല്യൂസ്. സോ ടാൻ തീറ്റയും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇത് എക്സ് നെഗറ്റീവും
y പോസിറ്റീവാണ്. സോ നമുക്ക് ഈ ഒരു ക്വാഡ്രൻറ്റിലായിരിക്കും വാല്യൂ കിട്ടുന്നത്, ഈ ഒരു ക്വാഡ്രൻറ്റ്. ഓക്കെ, സോ ആ ക്വാഡ്രൻറ്റിൽ എത്രയാണ് കിട്ടുന്നത്? നമുക്ക് 46.89 ആണ് കിട്ടുന്നത്. ആൻഡ് പോസിറ്റീവ് എക്സിൽ നിന്ന് എടുക്കാൻ നേരത്ത് നമുക്ക് ഈ ഒരു 133.11 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് ഇപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിച്ചു. ഓക്കെ, 3. സോ ക്വസ്റ്റ്യൻ 3ൽ നമുക്ക് ഫോഴ്സസ് തന്നിട്ടുണ്ട് ആൻഡ് ദേ ആർ ആക്ടിങ് അറ്റ് ആൻ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ടാവില്ല. സോ ഹൗ വിൽ ബി ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ആ ഫിഗറിലേക്ക് എത്തുക എന്നും കൂടെ നോക്കുക. സോ ഫോഴ്സസ് ഓഫ് നമുക്കിവിടെ ഫോഴ്സ് തന്നിട്ടുണ്ട്, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. സോ 5 ഫോഴ്സസ് ആർ ആക്ടിങ് അറ്റ് ആൻ ആംഗുലാർ പോയിൻ്റ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു റെഗുലർ ഹെക്സഗൺ വരയ്ക്കുക. സോ റെഗുലർ ഹെക്സഗണിൻ്റെ ആംഗുലാർ പോയിൻറ്റ്സിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഹെക്സഗണിൽ ഒരു പോയിൻറ്റിൽ നിന്ന് അടുത്ത പോയിൻറ്റ്, ആംഗുലാർ പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ ഈ പോയിൻറ്റ്സ്. ഓക്കെ, സോ ഫസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഓക്കെ, ദെൻ ഇവിടെ നിന്ന് നെക്സ്റ്റ് പോയിൻ്റ് ആൻഡ് ഇവിടെ നിന്ന് അടുത്ത പോയിൻ്റ്, അങ്ങനെ ഓരോ പോയിൻറ്റിലേക്കും 5 ഫോഴ്സസ് ആക്ട് ചെയ്യുകയാണ്. ക്ലിയർ അല്ലേ? സോ 15 ന്യൂട്ടൺ, 20 ന്യൂട്ടൺ, 25 ന്യൂട്ടൺ, 35 ന്യൂട്ടൺ ആൻഡ് 45 ന്യൂട്ടൺ. ആൻഡ് വി ഹാവ് ടു കാൽക്കുലേറ്റ്. അപ്പോൾ ഈ ഒരു ഇത്രയും ഫോഴ്സസ് തന്നിട്ടുണ്ട്, ഇതിൻ്റെ ആംഗിളോ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ ആകെ റെഗുലർ ഹെക്സഗൺ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ ഓക്കെ, ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു ആംഗിൾ, ദ ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ എത്രയാണ്? അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ആംഗിൾ 120 ഡിഗ്രി ആണ്. ഓക്കെ, സോ ഈ ഒരു ആംഗിൾ എന്ന് വെച്ചാൽ 120 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ അല്ല ഓരോ പോയിൻറ്റിലേക്കും ഇങ്ങനെ ആംഗുലാർ പോയിൻറ്റ്സ് എടുക്കാൻ നേരത്ത് ഓരോ ആംഗിളും എത്രയായിരിക്കും? സോ 120 ഡിവൈഡഡ് ബൈ എത്ര സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 1, 2, 3, 4. സോ 120/4. ഓക്കെ, അതായത് ഓരോ ആംഗിളും എത്രയായിരിക്കും? 30 ഡിഗ്രി. ക്ലിയർ അല്ലേ? സോ വി ഹാവ് ടു മാർക്ക്. അപ്പോൾ നമ്മൾ 15 ന്യൂട്ടൺ ആണെങ്കിൽ അത് ആംഗിളൊന്നും മേക്ക് ചെയ്യുന്നില്ല, ഈ എക്സിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. 20 ന്യൂട്ടൺ എത്ര ആംഗിളിലാണ്? 30 ഡിഗ്രി അല്ലേ? ഇവിടെ നിന്നുള്ള ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. അഗെയിൻ 25 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആംഗുലാർ പോയിൻറ്റ്സ് വരുന്നുണ്ട്. സോ 60 എന്ന് വരും. ഓക്കെ, ആൻഡ് 35 ന്യൂട്ടൺ എന്ന് വെച്ചാൽ എത്ര വരും? കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് 60 + 30, അതായത് 90. ഓക്കെ, ആൻഡ് അഗെയിൻ 45 എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടൽ ഇവിടെ നിന്ന് 90 ആണ്, അഗെയിൻ ഇത് 30. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ഓരോ ആംഗിൾസും 30 ഡിഗ്രി ആണ്. സോ ദിസ് ആംഗിൾ 30 ആണ്. ഓക്കെ, ഇത് 90 ഡിഗ്രി ആൻഡ് ദിസ് ഇസ് 60 ആൻഡ് ദിസ് ഇസ് 30 ഡിഗ്രി. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു റിസോൾവ് ദി ഫോഴ്സസ്. അപ്പോൾ റിസോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഇവിടെ എത്ര ഫോഴ്സ് ഉണ്ടോ ആ ഫോഴ്സിനെ നമ്മൾ എങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഓക്കെ, സോ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫോഴ്സ് തന്നിട്ടുള്ള ഫോഴ്സിനെ റിസോൾവ് ചെയ്യുക, എക്സിലേക്കും വൈയിലേക്കും റിസോൾവ് ചെയ്യുക, അതിൻ്റെ എഫ്എക്സും എഫ് വൈയും കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ വാട്ട് യു ഹാവ് ടു ഡു? ദെൻ റിസൾട്ടൻ്റ് എടുക്കുക, മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുക, ആൻഡ് ദെൻ ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ടാൻ തീറ്റ എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. The direction of 300 Newton forces may vary, but the angle between the two forces is always 40 degree. ഓക്കെ, സോ നമുക്കൊരു ബ്ലോക്ക് വന്നിട്ടുണ്ട്, ഇതിൽ 300 ന്യൂട്ടൻ്റെ ഡയറക്ഷൻ വേരി ചെയ്യും, പക്ഷേ ആംഗിൾ ബിറ്റ്വീൻ ദ ടു ഫോഴ്സസ്. ഓക്കെ, സോ നമുക്കിവിടെ എത്ര ഫോഴ്സസ് ആണ് തന്നിരിക്കുന്നത്? 300 ആൻഡ് 500 ന്യൂട്ടൺ. ഓക്കെ, സോ 300 ന്യൂട്ടൺ ഇങ്ങനെ ഔട്ട്വേർഡ്സ് ആയിട്ടും 500 ന്യൂട്ടൺ ഇൻവേർഡ്സ് ടുവേർഡ്സ് ആയിട്ടുമാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഡയറക്ഷൻ ഓഫ് 300 ന്യൂട്ടൺ ഫോഴ്സസ്, ഈ 300 ന്യൂട്ടൺ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വേരി ചെയ്യും. ഓക്കെ, പക്ഷേ ഇത് തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആംഗിൾ എപ്പോഴും 40 ഡിഗ്രിയാണ്. സോ വി ഹാവ് ടു ഡിറ്റർമൈൻ ദി വാല്യൂ ഫോർ ആൽഫ. നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആൽഫയുടെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫോർ വിച്ച് റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ ഈസ് ഡയറക്റ്റഡ് അലോങ് ദി പ്ലെയിൻ ബി ബി. ഓക്കെ, സോ നമുക്ക് ഇത്രയും ഫോഴ്സ് തന്നിട്ടുണ്ട്, എന്നിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ 300 ന്യൂട്ടണും ഈ 300 ന്യൂട്ടൺ ഫോഴ്സിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ആൽഫയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഓക്കെ, ഈ റിസൾട്ടൻറ്റ് ഫോഴ്സ്, ഓക്കെ, സോ ദ റിസൾട്ടൻറ്റ് ഓഫ് ദി ഫോഴ്സസ് എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതിൻ്റെ റിസൾട്ടൻറ്റ് ബി ബിയിലേക്കാണ്. ഓക്കെ, അലോങ് ദി പ്ലെയിൻ ബി ബി എന്നൊരു ഈ ഒരു പ്ലെയിനിലേക്കായിരിക്കും റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ റിസൾട്ടൻ്റ് ഈ ഒരു പ്ലെയിനിലേക്കാണ് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്?
ഈ ഒരു പ്ലെയിനും റിസൾട്ടൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓക്കെ ടാൻ തീറ്റ, ആ ആംഗിൾ എന്താണ് 0 ആണെന്നല്ലേ. അതായത് ഇവിടെ തന്നെയാണ് റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ പ്ലെയിൻ എലോങ് ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, ഈ പ്ലെയിൻ എലോങ് ആയിട്ടാണ് നമ്മൾ എക്സും വൈയും എടുക്കേണ്ടത്. സോ നമുക്ക് ഇത് എക്സ് എന്നും അല്ലെങ്കിൽ ഇത് വൈ എന്നും അങ്ങനെ എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെയാണ് ആക്ട് ചെയ്യുന്നത് റിസൾട്ടൻ്റ്. സോ ടാൻ തീറ്റ എന്തായിരിക്കും? ടാൻ തീറ്റയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, സ്ലോപ്പ് 0 ആണ്. അതായത് റിസൾട്ടൻ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ നമുക്കറിയാം സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ് ആണ് അല്ലേ. ഓക്കെ, അതായത് വെർട്ടിക്കൽ ബൈ ഹൊറിസോണ്ടൽ ആണ്. സോ എഫ് വൈ എന്തായിരിക്കും? സോ ഇതും 0 ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ എഫ് വൈയുടെ വാല്യൂ എത്രയായിരിക്കും? 0. ഓക്കെ, എഫ് എക്സ് കനോട്ട് ബി 0, സോ എഫ് വൈ ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. അതായത് വൈ ഡയറക്ഷനിലോട്ടുള്ള ഫോഴ്സസിൻ്റെ സം 0 ആണെന്ന് ഇക്വേറ്റ് ചെയ്യുക. സോ അങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് അൺനോൺ ആയിട്ട് വരുന്നത് അവിടെ ആൽഫ മാത്രമായിരിക്കും. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ആൽഫയുടെ വാല്യൂ കിട്ടും. ക്ലിയർ അല്ലേ? സോ ഫോർ ദി റിസൾട്ടൻറ്റ് ടു ബി അലോങ് ബി ബി, ദ സം ഓഫ് ദി കമ്പോണൻറ്റ്സ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഓക്കെ, സം ഓഫ് ദി കമ്പോണൻറ്റ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ, അതായത് വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് അതിൻ്റെ സമ്മ് 0 ആയിരിക്കണം. ഓക്കെ, സോ വൈ ഡയറക്ഷനിൽ എങ്ങനെയാണ് നമുക്ക് ഫോഴ്സ് മാർക്ക് ചെയ്യാൻ പറ്റുക? സോ വൈ ഡയറക്ഷനിൽ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? 300. ഓക്കെ, സോ ഈ 300 എന്നുള്ളത് 300ൻ്റെ ഈ ഡയറക്ഷൻ 300 സൈൻ ആൽഫ, ഇത് ആൽഫ അല്ലേ. സോ ഈ കമ്പോണൻറ്റ് കോസ് കമ്പോണൻറ്റും ഇത് സൈൻ കമ്പോണൻറ്റും ആയിരിക്കും. സോ ദിസ് വിൽ ബി 300 സൈൻ ആൽഫ. ഓക്കെ, അതുപോലെ ഈ 300 ന്യൂട്ടൺ, സെക്കൻഡ് 300 ന്യൂട്ടൻ്റെയോ? സോ ഇത് 40 പ്ലസ് ആൽഫയാണ് ഇതിൻ്റെ ആംഗിൾ. സോ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 300 ഇൻറ്റു സൈൻ 40 പ്ലസ് ആൽഫ അല്ലേ. അതേപോലെ 500 ന്യൂട്ടൺ ഫോഴ്സ്. ഓക്കെ, 500 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും, ഇങ്ങനെയായിരിക്കും. സോ 500 ന്യൂട്ടൺ ഫോഴ്സിൻ്റെ 500 സൈൻ 40 എന്ന് വരും. 500 സൈൻ 40. ഓക്കെ, സോ ഇപ്പോൾ ഇത്രയും അത് താഴേക്കാണ്. സോ നെഗറ്റീവ് 500ൻ്റെ താഴേക്ക് ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയിരിക്കും, ബാക്കി രണ്ടും അപ്വേർഡ്സ് ആയതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? 300 sin alpha plus 300 sin 40 plus alpha minus 500 sin 30 is equal to 0. Okay. So, this angle 30 ആണ് കേട്ടോ. So, this angle is 30 degree. This angle is 30 degree. Okay. So 500 sin 30 is equal to 0. അങ്ങനെയാണെങ്കിൽ sin alpha plus okay sin 40 plus alpha is equal to ഈ 500 sin 30 നമ്മൾ RHSലേക്ക് എടുക്കുക, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുക. സോ ഈ നെഗറ്റീവ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ആകും. സോ 0.833 എന്ന് കിട്ടും. ഓക്കെ, RHS. അഗെയിൻ sin alpha plus sin 40 plus alpha. ഓക്കെ, sin A plus sin B ഇക്വേഷൻ. സോ നമ്മൾ ട്രിഗ്നോമെട്രി ഇക്വേഷൻസ്, ഇതിന് നിങ്ങൾ മെക്കാനിക്സ് ഒക്കെ പഠിക്കാൻ പ്രോബ്ലംസ് ചെയ്യാൻ നേരത്ത് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇവിടെ സൈൻ ആൽഫ പ്ലസ് സൈൻ 40 പ്ലസ് ആൽഫ, സൈൻ എ പ്ലസ് സൈൻ ബി എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് വെച്ചാൽ എന്താണ്? 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2. ഓക്കെ, സോ 2 സൈൻ എ എന്ന് വെച്ചാൽ ആൽഫ, ബി എന്ന് വെച്ചാൽ 40 പ്ലസ് ആൽഫ. സോ ആൽഫ പ്ലസ് 40 by 2 into cos alpha minus 40 by 2. Okay, so that will be equal to RHS. Again, alpha plus alpha നമുക്ക് എങ്ങനെ എഴുതാം? 2 alpha. Okay, so 2 alpha plus 40 by 2. So അതെങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? 2 alpha 2 sin alpha plus 20 എന്ന് എഴുതാം. Okay. ആൻഡ് സോ ഇങ്ങനെ 2 സൈൻ തീറ്റ കോസ് തീറ്റ അങ്ങനെ ഒരു ടേം വരും. സോ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വെച്ചാൽ ഓക്കെ 2 സൈൻ തീറ്റ. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ സോൾവ് ചെയ്യുക. ആൽഫ പ്ലസ് 20 ഈസ് ഈക്വൽ ടു ഈ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, സോ സൈൻ ഇൻവേഴ്സ് എടുക്കാൻ നേരത്ത് നമുക്ക് ആൽഫയുടെ വാല്യൂ 6.31 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ഇവിടെ എന്താ വരുന്നത്? 2 സൈൻ
2 ആൽഫ എന്ന് വരും. 2 സൈൻ 2 ആൽഫ പ്ലസ് 14. ഓക്കെ, സോ 2 ആൽഫ പ്ലസ് 14 നമ്മൾ 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആൽഫ പ്ലസ് 20 എന്ന് വരുമല്ലോ. ഈ 2ഉം ഈ 2 ക്യാൻസൽ ആവും. ദാറ്റ് ഇസ് ഇങ്ങനെ വരും 2. ഓക്കെ, 2 സൈൻ ആൽഫ. ഓക്കെ, ഈ ആൽഫ പ്ലസ് ആൽഫനെ നമുക്ക് 2 ആൽഫ പ്ലസ് 40 എന്ന് എഴുതാം. ഓക്കെ, ബൈ 2. സോ ഇതിൽ ഈ 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? ആൽഫ പ്ലസ് 20 എന്ന് വരും. റൈറ്റ്, ഇത് ആൽഫ പ്ലസ് 20 എന്ന് വരും. സോ അങ്ങനെയാണ് ഈ ആൽഫ പ്ലസ് 20 വന്നത്. ഇനി ഇവിടെ ആൽഫ ക്യാൻസൽ ആകും. ഓക്കെ, സോ കോസ് ഓഫ് ഇവിടെ -20, കോസ് ഓഫ് -20 എന്താണെന്ന് എഴുതുക. സോ ഓക്കെ, ഇത് കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. കോസ് -20 ആൻഡ് സോ ബാക്കി നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് ആൽഫ പ്ലസ് 20 ആണ്. സോ അതിൻ്റെ ടേംസ് ഇപ്പുറത്തേക്ക് എടുക്കുക. സോ ഫൈനലി വി ഗെറ്റ് ദി ആൻസർ. ഓക്കെ, ആൽഫയുടെ ആൻസർ കിട്ടും. അഗെയിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. സോ ഇത് യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞ പ്രാവശ്യം, ദാറ്റ് ഈസ് 2019 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ളതാണ്. എ റോപ്പ് 9 മീറ്റർ ലോങ് ഈസ് കണക്റ്റഡ് അറ്റ് എ ആൻഡ് ബി. ഓക്കെ, ഒരു റോപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്, എ ആൻഡ് ബിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. എ ആൻഡ് ബിയിലേക്ക്. സോ ഇതാണ് നമ്മുടെ റോപ്പ്. ഓക്കെ, ഓൺ 2 പോയിൻറ്റ്സ് ഓൺ ദി സെയിം ലെവൽ 8 മീറ്റർ അപ്പാർട്ട്. സോ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 8 മീറ്റർ. സോ 8 മീറ്ററിൽ എയും ബി എന്ന് 2 പോയിൻറ്റ്സ് ഉണ്ട്. സോ ആ 2 പോയിൻറ്റ്സിൽ നമ്മളൊരു റോപ്പ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുകയാണ്. ഓക്കെ, ആൻഡ് എ ലോഡ് ഓഫ് 300 ന്യൂട്ടൺ ഈസ് സസ്പെൻഡഡ് ഫ്രം പോയിൻറ്റ് സി. ഈ റോപ്പിൽ നമ്മൾ ഒരു 3 മീറ്റർ ഇങ്ങോട്ട് മാറി. ഓക്കെ, റോപ്പിൽ നിന്ന് 3 മീറ്റർ മാറിയിട്ട് നമ്മൾ ഒരു 300 ന്യൂട്ടൺ ലോഡ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടു. അതേപോലെ തന്നെ ഈ ബി സൈഡിൽ നിന്ന് ഓക്കെ നമ്മൾ ഒരു വെയിറ്റ് 2 മീറ്റർ മാറിയിട്ട് ഒരു വെയിറ്റ് സസ്പെൻഡ് ചെയ്തിട്ടു. ഓക്കെ, സോ വാട്ട് ലോഡ് കണക്റ്റഡ് ടു പോയിൻറ്റ് ഡി ഓൺ ദി റോപ്പ് 2 മീറ്റർ ഫ്രം ബി. ഇപ്പോൾ 2 മീറ്ററിൽ നിന്ന് നമ്മൾ ഒരു W എന്ന് പറഞ്ഞൊരു വെയിറ്റ് ഓക്കെ സസ്പെൻഡ് ചെയ്തിട്ടു. സോ ഈ വെയിറ്റാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ എത്ര വെയിറ്റ് നമ്മൾ ഇവിടെ സസ്പെൻഡ് ചെയ്താലാണ് ഇത് ഇക്വിലിബ്രിയത്തിലാകുക. ഓക്കെ, ഇക്വിലിബ്രിയത്തിലാകുക എന്ന് വെച്ചാൽ ഈ സി ഡിയും എ ബിയും പാരലായിട്ട് ഇങ്ങനെ നിൽക്കുക. ഓക്കെ, സോ ഈ വെയിറ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇക്വിലിബ്രിയം പൊസിഷനിലേക്കുള്ള വെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സോ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ആണ് നമ്മളവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. സോ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, സോ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എഫ് എക്സും എഫ് വൈയിലെയും 0 ആക്കി എടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? സോ അതിന് ഫസ്റ്റ് നമ്മൾ ഓക്കെ ഈ ഇതിൽ ആദ്യം എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ട്രയാങ്കിൾ എ സി ഇ. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ ഒരു ട്രയാങ്കിളിൽ നമുക്ക് എന്താ ഇതാണ് ഇ. ഓക്കെ, സോ ദിസ് പോയിൻ്റ് ഇസ് ഇ ആൻഡ് ദിസ് പോയിൻ്റ് ഇസ് എഫ്. സോ ഈ ഒരു ട്രയാങ്കിൾ എ സി ഇ എടുക്കുക. എ സി ഇയിൽ നമുക്ക് ഓക്കെ ഈ ഒരു ഡിസ്റ്റൻസ് വൈ ആയിട്ട് എടുക്കുക. സോ ദിസ് ഡിസ്റ്റൻസ് ആൻഡ് ദിസ് ഡിസ്റ്റൻസ് വിൽ ബി സെയിം, റൈറ്റ്? ഇത് 3 മീറ്റർ ആണെങ്കിൽ ഇത് 2 മീറ്റർ. ഓക്കെ, ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ റോപ്പിൻ്റെ ലെങ്ത് എത്രയാണ്? 9 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 3 + 2, അപ്പോൾ ഇത്രയും തന്നെ 5 മീറ്ററായി. സോ റിമൈനിങ് 4 മീറ്റർ ആയിരിക്കും ഇവിടെ. ഓക്കെ, സോ ഇവിടെ 4 ആണെങ്കിൽ ഹിയർ ഓൾസോ ഇറ്റ് വിൽ ബി 4. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അൺനോൺ, ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് അൺനോൺ ആണ്. സോ ഇത് എക്സ് എന്ന് എഴുതുക. ഓക്കെ, സോ ഇത് 4, ഇത് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 4 - x. ഓക്കെ, 4 - x എന്ന് എങ്ങനെയാണ് കിട്ടുക? അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് 8 ആണ് അല്ലേ? സോ ടോട്ടൽ ഡിസ്റ്റൻസ് 8. സോ 8 - 8ൽ നിന്ന് ഈ 4ഉം എക്സ് മൈനസ് ചെയ്യുക. സോ 8 - 4 - x. സോ 8 - 4 എന്താ? 4. സോ അങ്ങനെയാണ് ഈ 4 - x ഇവിടെ കിട്ടുന്നത്. ഓക്കെ, സോ ഇത് എക്സ്, ഇത് 4 മീറ്റർ ആൻഡ് ദിസ് ഇസ് 4 - x. ഇനി നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ, ഈ 2 ട്രയാങ്കിൾസും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് ഈ ഒരു ട്രയാങ്കിൾ എടുക്കാൻ നേരത്ത് സോ ഈ ഡിസ്റ്റൻസും സെയിം ആണല്ലോ. ഓക്കെ, 2 ട്രയാങ്കിളിലും ഈ 2 ഡിസ്റ്റൻസും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും?
നമ്മളിത് ഹൈപ്പർടെന്യൂസ് സ്ക്വയർ എടുക്കുക. അതായത് 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓക്കെ വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അതുപോലെ തന്നെ ഇവിടെ 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടും. അതായത് ഫസ്റ്റ് ഈ ട്രയാങ്കിൾ എടുക്കാൻ നേരത്തെ എന്തോ കിട്ടുന്നത് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ 3 സ്ക്വയർ ഹൈപ്പർടെന്യൂസ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതുപോലെ തന്നെ ഇവിടുത്തെ വൈ സ്ക്വയർ എത്രയായിരിക്കും 2 സ്ക്വയർ മൈനസ് 4 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ സോ ഇങ്ങനെ വൈ സ്ക്വയറിന് നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ രണ്ട് ആർ എച്ച് എസും തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഓക്കെ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആൻഡ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ മൈനസ് 4 മൈനസ് എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടേംസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ സോ 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ മൈനസ് 4 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതുക. ഇവിടെ നമുക്ക് എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ നമുക്ക് എക്സിൻ്റെ ഒരു ഇക്വേഷൻ ഓക്കെ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ 9 3 സ്ക്വയർ എന്ന് വെച്ചാൽ 9 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4 മൈനസ് 4 മൈനസ് എക്സ് സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 16. ഓക്കെ എ മൈനസ് ബി ദി ഹോൾ സ്ക്വയർ. സോ എ പ്ലസ് ഓക്കെ സോ അതിന് നമുക്ക് എഴുതാം എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ഇക്വേഷനിലേക്ക് ഇടുക. ബ്രാക്കറ്റ് മാറ്റുക, മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ സോ ഇവിടെ ഈ മൈനസ് എക്സ് സ്ക്വയറും ഈ മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ആയിപ്പോവും. സോ എക്സ് സ്ക്വയറിൻ്റെ ടേംസ് ക്യാൻസലാകും, റിമൈനിങ് നമുക്ക് എക്സ് ടേം മാത്രമേ ഉള്ളൂ. സോ 8x ഈക്വൽ ടു 21 എന്ന് കിട്ടും. ഓക്കെ അതായത് ഈ എക്സ് സ്ക്വയറും ഈ എക്സ് സ്ക്വയറും ക്യാൻസലാകും. സോ 9 മൈനസ് 4 പ്ലസ് 16. ഓക്കെ ഇത് രണ്ടും ഇപ്പുറത്തേക്ക് എടുക്കാം. സോ നമുക്ക് 8x ഇസ് ഈക്വൽ ടു 21 എന്ന് കിട്ടും. ദെയർഫോർ എക്സ് ഇസ് ഈക്വൽ ടു 2.625. ഓക്കെ സോ എക്സിൻ്റെ വാല്യൂ കിട്ടി 2.625. സോ ഈ വാല്യൂ എത്രയായിരിക്കും? 4 മൈനസ് എക്സ്. ഓക്കെ 4 മൈനസ് എക്സ് ആയിരിക്കും ഈ വാല്യൂ. സോ ഇത് കിട്ടിക്കഴിഞ്ഞ് നമുക്ക് ഈ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. സോ ഈ ആംഗിൾ തീറ്റ ആൻഡ് ദിസ് ആംഗിൾ ഇസ് ആൽഫ. ഓക്കെ സോ സൈൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർടെന്യൂസ്. സോ എക്സ് ബൈ 3. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ 61.04 എന്ന് കിട്ടി. ഓക്കെ സോ ദിസ് ആംഗിൾ വിൽ ബി 61.04 ആൻഡ് സൈൻ ഫൈ എത്രയാണ്? സൈൻ ഫൈ ഇസ് ഈക്വൽ ടു 4 മൈനസ് എക്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർടെന്യൂസ് ദാറ്റ് ഇസ് 4 മൈനസ് എക്സ് ബൈ 2. അപ്പോൾ ഫൈയുടെ വാല്യൂവും കിട്ടി 43.43. ഓക്കെ സോ രണ്ട് ആംഗിൾസും കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? സോ ആംഗിൾസ് ഈ ആംഗിളും അറിയാം. നമ്മളപ്പോൾ ഫസ്റ്റ് ഓക്കെ ഈ സിയും ഡിയും ഇക്വിലിബ്രിയത്തിലാണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ ഈ ഡബ്ല്യു എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ സിയും ഡിയും നമ്മൾ ഇക്വിലിബ്രിയത്തിൽ എടുക്കാം. ഫസ്റ്റ് നമ്മൾ സി പോയിൻ്റ് ഇക്വിലിബ്രിയത്തിലാണ്, അതായത് റെസ്റ്റിലാണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ സോ നമ്മൾ ഇത്രയും പോർഷൻ എടുത്തിരിക്കുകയാണ്. ഓക്കെ സോ ഈ ഒരു പോർഷനിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ ഇവിടെ നിന്നൊരു ഫോഴ്സ് വരും, ഇവിടെ നിന്ന് വെയിറ്റ് വരും, അതുപോലെ ഇവിടെ നിന്ന് ഈ സ്ട്രിങ്ങിൻ്റെ ഫോഴ്സും വരും. ഓക്കെ സോ ഇവിടെ ഇങ്ങനെയാണ് ഫോഴ്സ് വരുന്നത്, ഇവിടെ ഇങ്ങനെ. ഓക്കെ സോ അപ്പോൾ ഇതെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതിനെ റിസോൾവ് ചെയ്താൽ മതി. ഓക്കെ സോ കൺസിഡറിങ് ദി ഇക്വിലിബ്രിയം. അപ്പോൾ പോയിന്റ് സിയിൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുക. ഇക്വിലിബ്രിയം ഇക്വേഷൻ എന്താണ്? സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. അപ്പോൾ വെർട്ടിക്കലി അതുപോലെ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ വെർട്ടിക്കലി റിസോൾവ് ചെയ്യാണ്. ഓക്കെ സോ വെർട്ടിക്കലി റിസോൾവ് ചെയ്യാൻ നേരത്ത് വെർട്ടിക്കലി എന്താ? ഇത് ടി എ സി. ഓക്കെ അതുപോലെ ഇത് ടി സി ഡി എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ ഇത് സി ഡി അല്ലേ, സോ ഇത് ടി സി ഡി എന്ന് മാർക്ക് ചെയ്യാം. സോ ടി എ സിയുടെ കോസ് കമ്പോണൻ്റ് ആണ് ഇത്. സോ ടി എ സി കോസ് തീറ്റ മൈനസ് 300 താഴേക്കല്ലേ, സോ ഇത് മൈനസ് ആയിരിക്കും. മൈനസ് 300 വിൽ ബി ഈക്വൽ ടു 0 അല്ലേ. സോ ഇവിടെ നിന്ന് നമുക്ക് ടി എ സി കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ടി എ സി എത്രയായിരിക്കും? ടി എ സി വിൽ ബി 300 ബൈ കോസ്. ഓക്കെ തീറ്റയുടെ വാല്യൂ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. സോ അങ്ങനെ ഇടാൻ നേരത്ത് നമുക്ക് ടി എ സിയുടെ വാല്യൂ കിട്ടും. ഓക്കെ സോ നമുക്ക് ടി എ സി കിട്ടി. ഇനി റിസോൾവിങ് ഹൊറിസോണ്ടലി. സോ ഇവിടെ നമ്മൾ എഫ് വൈ 0 എന്ന് എടുത്തു. ഇനി നെക്സ്റ്റ് എഫ് എക്സ് 0 എന്ന് എടുക്കാം. ഓക്കെ സോ എക്സ് 0 എന്ന് എടുക്കാൻ നേരത്തെ എങ്ങനെയാണ്? ഇവിടെ ഈ ഒരു ഫോഴ്സ് വരും ടി സി ഡി. ഓക്കെ ടി സി ഡി പോസിറ്റീവ് ഡയറക്ഷനിലാണ്, സോ ടി സി ഡി വരും. അതുപോലെ തന്നെ ടി എ സിയുടെ സൈൻ കമ്പോണൻറ്റ് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ ടി എ സി സൈൻ തീറ്റ.
സോ TAC sin theta അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നെഗറ്റീവ്. സോ നെഗറ്റീവ് TAC sin theta is equal to 0. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ TCD ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. TACയുടെ വാല്യൂ ഓൾറെഡി ഇവിടെ നമുക്ക് കിട്ടിയതാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ TCD എന്തായിരിക്കും? TAC sin theta. ഓക്കെ, സോ വി ഗെറ്റ് ദി ആൻസർ ഫോർ TCD. അപ്പോൾ TACയും കിട്ടും TCDയും കിട്ടും. ഓക്കെ അല്ലേ? അഗെയിൻ അപ്പോൾ നമ്മളിനി സിയുടെ പോയിന്റിൽ നിന്ന് നമ്മൾ എടുത്തപ്പോഴത്തേക്ക് TACയും TCDയും കിട്ടി. ഇനി നമുക്ക് ഈ ഡിയിലെ ഇക്വിലിബ്രിയമാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഡിയിലെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യാൻ നേരത്ത് എന്താ ചെയ്യേണ്ടത്? സോ TCDയുടെ വാല്യൂ നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? 542 എന്ന് കിട്ടി. ഓക്കെ, സോ അഗെയിൻ കൺസിഡറിങ് ദി ഇക്വിലിബ്രിയം ഓഫ് പോയിൻറ്റ് ഡിയിലെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുക. സോ ഈ ഫോഴ്സ് എങ്ങനെ വരും? ഈ ഫോഴ്സ് ഇങ്ങനെയും വരും. ഓക്കെ, ഇവിടുത്തെ TCD നമുക്ക് ഇങ്ങനെ നേരത്തെ എടുത്തപ്പോഴത്തേക്ക് കിട്ടിയായിരുന്നു. ഓക്കെ, ഈ ഡയറക്ഷൻ. സോ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ എടുക്കാൻ പറ്റും? ഓക്കെ, സോ കൺസിഡർ ദി ഇക്വിലിബ്രിയം ഓഫ് പോയിൻറ്റ് ഡി റിസോൾവിങ് ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുക, അതായത് എക്സ് ഡയറക്ഷനിലേക്ക് റിസോൾവ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ സ്ട്രിങ് എടുക്കാൻ നേരത്ത് ഓക്കെ ഇങ്ങനെയാണ് സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്നത്, അതായത് ഈ സ്ട്രിങ് ഇങ്ങോട്ടും ഈ സ്ട്രിങ് ഇങ്ങോട്ടും. ഓക്കെ, സോ TCD നമ്മൾ പോയിൻറ്റ് C ആണ് എടുക്കുന്നതെങ്കിൽ സ്ട്രിങ്ങിൻ്റെ ഫോഴ്സ് ഔട്ട്വേർഡ്സ് ഇങ്ങനെയായിരിക്കും TCD. അതുപോലെ ഈ പോയിൻറ്റിലാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും TCD. ഓക്കെ, സോ നെഗറ്റീവ് ഡയറക്ഷനിലേക്കായിരിക്കും TCD. അത് നിങ്ങൾ നോട്ട് ചെയ്തേക്കാം. സോ ഇവിടെ TDB ഓക്കെ ഹൊറിസോണ്ടലി എടുക്കാൻ നേരത്ത് TDB ഇങ്ങോട്ടായിരിക്കും. സോ TDB ഇൻറ്റു ഓക്കെ സൈൻ 5 TDB sin 5 മൈനസ് TCD ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ മൈനസ് TCD വിൽ ബി ഈക്വൽ ടു 0. സോ TCDയുടെ വാല്യൂ ഓൾറെഡി കിട്ടിയതാണ്. അങ്ങനെയാണെങ്കിൽ TDBയുടെ വാല്യൂ കിട്ടത്തില്ലേ? ഓക്കെ, സോ TDB കിട്ടും. 5യുടെ വാല്യൂവും TCDയും നമുക്ക് ഓൾറെഡി അറിയാം. സോ വി ഗെറ്റ് ദി വാല്യൂ ഫോർ TDB. ഇനി സിമിലറായിട്ട് ഇതിന് വെർട്ടിക്കലി റിസോൾവ് ചെയ്യുക. വെർട്ടിക്കലി റിസോൾവ് ചെയ്യാൻ നേരത്ത് ഏതൊക്കെ ഫോഴ്സ് വരും? ഈ Wയും വരും, അതുപോലെ തന്നെ TDB cos 5 വരും. ഓക്കെ, സോ TDB cos 5 മൈനസ് W ഇസ് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. സോ TDB എത്രയാണ്? ഓക്കെ, TDB നമുക്ക് ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. സോ ഇവിടെ അൺനോൺ ആയിട്ടുള്ളത് W ആണ്. സോ വി ഗെറ്റ് ദി വാല്യൂ ഫോർ W. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട രണ്ട് കാര്യമാണുള്ളത്, അതായത് ഇക്വിലിബ്രിയത്തിലാണെങ്കിലുള്ള ഇക്വേഷൻസ്. ഓക്കെ, സോ നമുക്ക് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഏതൊക്കെയാണ് ഇക്വേഷൻ? സിഗ്മ FX ഈക്വൽ ടു 0, സിഗ്മ FY ഈക്വൽ ടു 0. ഓക്കെ, അതുപോലെ തന്നെ സ്ട്രിങ്ങിലേക്ക് എപ്പോഴും ഫോഴ്സ് ഔട്ട്വേർഡ്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു പോയിൻ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഔട്ട്വേർഡ്സ് ആയിട്ട് എടുക്കാം, അതുപോലെ ഈ ഒരു പോയിൻ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഔട്ട്വേർഡ്സ് ആയിട്ട് എടുക്കാം. ക്ലിയർ അല്ലേ? സോ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ. നമ്മൾ ഇനി കൂടുതൽ പ്രോബ്ലംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ നേരത്ത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ആൻഡ് ഫോർ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും പറയാറുള്ള പോലെ NPTEL ലെക്ചേഴ്സ് നിങ്ങൾ റെഫർ ചെയ്യുക. ആൻഡ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് കൂടുതൽ പ്രോബ്ലംസ് ഈ ടെക്സ്റ്റ് ബുക്സിൽ നിന്ന് റെഫർ ചെയ്ത് പഠിക്കാം.